പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കൊക്കോ പിറ്റിനെ കുറിച്ച് ഒന്ന് രണ്ട് പേര് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. ഇതെങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കണമെന്ന്. ഇത് ഇപ്പോൾ നമ്മൾ കട്ടയായിട്ട് കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലർ ഇൻഡോർ പ്ലാന്റിനൊക്കെ ഇത് വെള്ളത്തിലൊന്ന് കുതിർത്ത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് മണ്ണൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് രണ്ട് രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു കാരണവശാലും നമ്മൾ ചില ഇൻഡോർ പ്ലാന്റിൽ നമ്മൾ ഇതിൽ നട്ട് കഴിയുമ്പോഴത്തേക്ക് ഇല ചെറുതായിട്ട് മഞ്ഞളിച്ച് പോകുന്നുണ്ട്, വാടിപ്പോകുന്നുണ്ട് എന്നൊക്കെ, അത് ഈർപ്പം കൂടി നിർത്തിയിട്ടാണ് എന്നൊക്കെ പല രീതിക്കുള്ളൊരു ചർച്ചകളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മൾ ഇൻഡോർ പ്ലാന്റിന് കൊക്കോ പിറ്റ് ഉപയോഗിക്കുമ്പോൾ ഔട്ട്ഡോർ വയ്ക്കുന്ന പ്ലാന്റുകൾ നമ്മൾ കുറച്ച് പൊടിച്ച് ചേർത്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇൻഡോർ വയ്ക്കുന്ന പ്ലാന്റുകളിലും നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായി, നമ്മൾ വില കൂടിയ ചെടികളാണ് ഇതെല്ലാം, നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടത് ഈ കൊക്കോ പിറ്റ് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക. താഴ്ത്തി വച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ കൈ കൊണ്ട് പിഴിഞ്ഞ് മാക്സിമം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി വെള്ളത്തിൽ, അങ്ങനെ മിനിമം 2 പ്രാവശ്യം വെള്ളത്തിൽ നമ്മളിത് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ജസ്റ്റ് 2-3 മണിക്കൂർ വെയിലത്തിട്ടാൽ തന്നെ അപ്പോഴും ഉണങ്ങിക്കോളും. അങ്ങനെ മാത്രമേ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഉപയോഗിക്കാവൂ. അപ്പോൾ നമ്മളെ ചെടികൾ, ഇലകൾ നശിക്കത്തില്ല. ഇതിൽ ചെറിയ ഒരു കറയുടെ അംശമുണ്ട്, ബ്രിക്സ്. ഇത് ഒരു പച്ചത്തൊണ്ട് മിഷ്യനിൽ ശരിയാക്കി വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കൊക്കോ പിറ്റ് കട്ട മേടിച്ചാൽ ഇൻഡോർ പ്ലാന്റ് ഉപയോഗിക്കുമ്പോൾ 2 പ്രാവശ്യം കഴുകി വൃത്തിയാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.